റൂട്ട് ഓസ്ട്രേലിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വാഗൺസ് ആണ് കാണുന്നത്. ഒന്ന് ടൊയോട്ടയുടെയും ഒന്ന് നിസാൻ്റെയും. അപ്പോൾ ഇന്ന് ഓർത്തു ഇവിടുത്തെ ഒരു യൂട്ടിൻ്റെ കൾച്ചറോടൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇത് 2021 മസ്ദ BD50 ആണ്. ഇതിൻ്റെ സെയിം പ്ലാറ്റ്ഫോമാണ് ഇസൂസുവിൽ യൂസ് ചെയ്യുന്നത്. ഇസൂസു ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലിറ്റർ 148 HP അതുപോലെ തന്നെ 450 ന്യൂട്ടൺ മീറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിനുള്ളത്. ഈ വണ്ടിയുടെ ഒരു 90% വർക്കും ഞാനും സിബിചേട്ടനോടാണ് ഈ ഗരാജിലിട്ട് ചെയ്തത്. ഞങ്ങളുടെ അത്യാവശ്യം ടൂൾസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഹാൻഡി ആയിരുന്നു അത് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയിട്ടുള്ളത്. എൻ്റെ വണ്ടിയിലെ ഫിറ്റ് ഔട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ക്ലൂ ഇല്ലാതായിരുന്നു ഞാൻ ചെയ്തത്. അതുകൊണ്ട് സിബിചേട്ടൻ്റെ വണ്ടി വന്നപ്പോഴത്തേക്ക് നമുക്കറിയാമായിരുന്നു നമുക്ക് എന്താണ് ആവശ്യം, എന്തെല്ലാം അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് സിബിചേട്ടൻ്റെ വണ്ടി ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയും എല്ലാം ചെയ്തത് ഇവിടെ തന്നെ ഇട്ടാണ്. ഓക്കെ, അങ്ങനെ പടയുന്ന നമ്മുടെ ഈ വണ്ടിയുടെ മുതലാളി ഇതിൻ്റെ അകത്തോട്ട് പടയുന്നത് കയറാമെന്ന് പറഞ്ഞു. അന്നേരം മുതലാളീനെ വിളിക്കാം നമുക്ക് കുറച്ച് നേരത്തേക്ക്. സിബിചേട്ടാ ബായോ, എന്നാ പണിയായിരുന്നു? കുറച്ച് വീട് പണി. അതെ, വെൽക്കം ടു റൂട്ട് ഓസ്ട്രേലിയ. ഞാനും കുറച്ച് വീട് പണി പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, എന്നായിരുന്നു പണി? ഒരു കിച്ചൺ റിനോവേഷൻ. ഭാര്യയെ സന്തോഷിപ്പിക്കണ്ടേ? അത് വേണം, ഇല്ല പണി കിട്ടും. ഇല്ല ഉള്ള കാശ് മൊത്തം ഇതിലോട്ട് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങൾ പലതും അതുവഴിയൊക്കെ വരും. ഇടയ്ക്കൊക്കെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതെ, സത്യം. സിബിചേട്ടൻ കോട്ടയംകാരനാണ്. ഇവിടെ കാഞ്ഞിരപ്പള്ളി അച്ചായൻ എന്നാണ് സ്വന്തമായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഓക്കെ, ഞങ്ങളിപ്പോൾ ഏകദേശം പരിചയപ്പെട്ട് ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞു അല്ലേ? അപ്പം സിബിചേട്ടൻ പറഞ്ഞു നമുക്ക് ഈ വണ്ടി ഒന്ന് സെറ്റാക്കണം, അതായതാന്നൊക്കെ പറഞ്ഞു. അന്നേരം നമുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഏകദേശം ഒരു 5-6 മാസം എടുത്തു ഒന്ന് പണിയാൻ, ആദ്യത്തെ യാത്രയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ആ യാത്ര ഒന്ന് പരാജയപ്പെട്ടു പോയി. മോൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് എൻ്റെ കാരണത്താൽ ആ യാത്ര മൊത്തത്തിലൊന്ന് തീരുമാനമായി. പക്ഷേ അടുത്ത വർഷം ഞങ്ങൾ പോയി. അപ്പോൾ അതിനുവേണ്ടി വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് ഞാനും സിബിചേട്ടനോടായിരുന്നു ഇതിൻ്റെ ഒരു 90% പണി നമ്മൾ തീരുമാനമാക്കിയത്. എന്താന്നേലും പണിയല്ല പറഞ്ഞാൽ മതിയല്ലോ. മെയ്ക്കാടിന് ഏറ്റവും കൂടുതൽ പണിയുള്ളത്. അതെ. അപ്പം സിബിചേട്ടൻ ഒരു ഹാൻഡിമാൻ ആണ്. ആക്ച്വലി പുള്ളി ഒരു ടൂൾ മേക്കറാണ്. അപ്പം അത്യാവശ്യം പ്രിസിഷൻ അടിപൊളിയാണ്. അപ്പം അതിൻ്റെ ഏകദേശം നമ്മുടെ ഹാൻഡ് ടൂളും കൊണ്ട് ഒക്കുന്നതിൻ്റെ അത്രയും പ്രിസിഷൻ വർക്ക് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അല്ലേ ചേട്ടാ? നമ്മൾ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെ മെഷീനറി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യം. അതെ, നമ്മൾ എന്നിട്ട് ഒരു 10% വർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു ഹോയിസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മൾ പൊളിച്ചേനെ. ഒരു ഹോയിസ്റ്റൂടെ വെക്കണം, വലിയ താമസമില്ലാതെ. അതെ, അതാണ് ഇനി അടുത്തൊരു ആവശ്യം. ഇത്ര നല്ല ഗരാജിൻ്റെ അതൊരു ഹോയിസ്റ്റ് ഇല്ലെന്നുണ്ട് പിന്നെ എന്നെ ഒരു കോമഡിയാണ്. എനിവേ സിബിചേട്ടാ, അപ്പോൾ താങ്ക് യു. അപ്പം സിബിചേട്ടൻ പോയി പണി ചെയ്തോ, ഞാൻ ഈ വണ്ടി ഒന്ന് ഇവർക്കൊന്ന് പരിചയപ്പെടി കൊടുക്കും. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഈ BT50 ചെയ്തേക്കുന്ന അപ്ഗ്രേഡും ആക്സസറീസും ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നമ്മൾ MCC 4x4 ആക്സസറീസിൻ്റെ ബുൾബാറാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് 2-3 മോഡലുണ്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ഒരു പ്രീമിയം മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സ്റ്റഡിയുടെ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു റെക്റ്റാങ്കിൾ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഈ ഒരു മോഡൽ അന്നുണ്ടായിരുന്നുള്ളൂ, റെക്റ്റാങ്കിൾ ഷേപ്പിൽ. അന്നേരം അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. റൺവാടെ ഒരു 11 XP വിഞ്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്പർ പ്ലേറ്റ് മേളിലോട്ടൊന്ന് ആക്കാൻ വേണ്ടി അവിടെ ഒരു ഹിഞ്ചും കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ്സും ഡേ ടൈം റണ്ണിങ് ലൈറ്റും നമ്മൾ ഇതിൽ തന്നെ ഇൻബിൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറിക്കോമിൻ്റെ ഒരു ആൻറ്റിനയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ UHF റേഡിയോ ഉപയോഗിക്കുന്നത് യൂണിഡൻ്റെ ആണ്. ഓക്കെ, ആ ബുൾബാറിനോട് ചേർത്ത് തന്നെ നമ്മൾ റിക്കവറി പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. MCC 4x4 ആക്സസറീസിൻ്റെ തന്നെ 2 റിക്കവറി പോയിൻ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ബ്രഷ് ബാർ കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ ബുൾബാറിലോട്ട് തന്നെയാണ്. അപ്പോൾ ഈ സെയിം കമ്പനിയുടെ ബുൾബാർ ആയതുകൊണ്ട് പ്രീ ഡ്രിൽഡ് ഹോൾസ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഭയങ്കര ഈസിയാണ്. എന്നിട്ട് ആ ബ്രഷ് ബാർ പോയി നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് റോക്ക് സ്ലൈഡേഴ്സ് കം സ്റ്റെപ്പയിലോട്ടാണ്. അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇതൊക്കെ അത്യാവശ്യം കുറേ ഇടികളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ കൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ മിററും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ മിറർ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ വ്യൂവിൻ്റെ ഒരു ടോയിങ് മിറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. ക്ലിയർ വ്യൂവിന് 2-3 ഓപ്ഷൻസ് ഉണ്ട്. വലിയ വണ്ടിക്കൊക്കെ വെക്കാൻ ഇല്ല 2 മിറേഴ്സ് ഉള്ള ഓപ്ഷനുണ്ട്. അപ്പം നമ്മളിതിൻ്റെ സെലക്ട് ചെയ്തേക്കുന്നത് കോമ്പാക്റ്റ് ആണ്. അത് ടോ ചെയ്യുന്നതന്നെ ഭയങ്കര ഈസിയാണ്. ചേട്ടനെ സംബന്ധിച്ചോളം ചേട്ടൻ ടോയിങ്ങും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിന് പോകുന്ന ഒരു വർക്ക് ട്രെയിലറുണ്ട്. അപ്പോൾ അതൊക്കെ വലിക്കുന്നുണ്ട്. ബാക്കൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഈസിയാണ് ഈ മിറർ കൊണ്ട്. നമ്മളിതിൻ്റെ റൂഫ് റാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആമമാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ചെറിയൊരു റൂഫ് റാക്കാണ്.
ഇതൊരു സ്ലിം ആയിട്ടുള്ള ഒരു റൂഫ് റാക്കാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് നമ്മളിവിടെ ഈ ഷോപ്പിംഗ് സെൻറ്റേഴ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൈറ്റ് ഒരു ഇച്ചിരി കുറവാണ്. അപ്പം 2.1 താഴെയുള്ള വണ്ടികളാണ് മിക്കവാറും അവിടെ കയറാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു ഷോർട്ടായിട്ടുള്ള ഒരു റൂഫ് റാക്ക് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മൾ ഈ റൂഫ് റാക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ക്യാബിൻ്റെ മേളിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലോട്ട് പോയി കഴിയുന്നുണ്ടേ ഈ ട്രേയുടെ ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ ഓണിങ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഓണിംഗ് ആണ്. ലെഗ്സ് ഒന്നും വേണ്ട ഇതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി രാത്രിയിലൊക്കെ നമ്മൾ ഓണിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം നമുക്കിങ്ങനെ ഒന്ന് ലിറ്റപ്പ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടയർ റാപ്പ് ചെയ്തിരിക്കുന്നത് ഡൈനാമിക് എന്ന് പറയുന്ന ഒരു 17 ഇഞ്ച് സ്റ്റീൽ വീൽസിലോട്ടാണ്. നമ്മൾ ഇതിൽ ഇട്ടേക്കുന്ന ടയർ മാക്സിസിൻ്റെ റേസർ 285/70/17 എന്ന് പറഞ്ഞ് ഒരു ടയറാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഏകദേശം ഒരു 1 ഇഞ്ചോളം ഹൈറ്റ് നോർമൽ സ്റ്റോക്ക് ടയറുമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളിതിൽ സസ്പെൻഷൻ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ് ഡോഗിൻ്റെ ആണ്. ഫ്രണ്ടിൽ സ്റ്റഡ്സും ബാക്കിൽ ഷോക്സും അതുപോലെ തന്നെ പ്ലേറ്റ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 300 കിലോസിൻ്റെ പ്ലേറ്റ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെയ്റ്റിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി പുള്ളി ടോയിങ്ങും അതുപോലെ തന്നെ ട്രെയിലറും ക്യാരവാനും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു എയർ ബാഗ് എപ്പോഴും ഗുണം ചെയ്യുന്നുണ്ട്. ഈ കാനോപ്പി ആഫ്റ്റർ മാർക്കറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഈ ട്രേയുടെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.7 മീറ്ററും വീതി 1.9ഉമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള കനോപ്പിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ബിക്കോസ് നമ്മൾ ഈ കനോപ്പി ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ ട്രേ നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ട്രേ മാറ്റി വെക്കേണ്ടി വരും. ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേയുടെ ഡോറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കനോപ്പി ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വണ്ടിയിലോട്ടുള്ള ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഓണിങ്ങിൻ്റെ അകത്തെ ലൈറ്റ് എല്ലാ 12 വോൾട്ട് സിസ്റ്റവും നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ബാറ്ററി വെച്ചിരിക്കുന്നതും ഈ കനോപ്പിക്കകത്ത് തന്നെയാണ്. നമ്മൾ ഈ കനോപ്പിക്കകത്ത് പെർമനൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ഫ്രിഡ്ജുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രോയർ സിസ്റ്റം ചെയ്തിട്ടില്ല. നമ്മൾ ബോക്സ് ടൈപ്പാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, സ്റ്റോറേജ് ബോക്സ് ടൈപ്പ്. ബിക്കോസ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇച്ചിരി ഇൻകൺവീനിയൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പോയത്, ഒരു ബോക്സ് ടൈപ്പ് സ്റ്റോറേജ് ടൈപ്പ് ബോക്സിന് വേണ്ടി പോയത്. നമ്മൾ ഈ കനോപ്പിക്കകത്ത് പ്ലെൻറ്റി ഓഫ് ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഡോറിലും ഉള്ളിലും ഒക്കെ ആയിട്ട് ഒത്തിരി ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൺട്രോളും ഈ കനോപ്പിക്കകത്ത് തന്നെയാണ്. നമുക്ക് ഈ കനോപ്പി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്ത് നമുക്ക് ഗരാജിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡിനുള്ള പ്രൊവിഷനും ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആ സ്റ്റാൻഡ് വെക്കുക, എന്നിട്ട് അത് വൈൻഡ് ചെയ്ത് മേളിലോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് മാറ്റിയിട്ട് ഇതെടുത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒക്കും. നമ്മളിതിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ജെറി ക്യാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 2 പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടയർ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ താഴെ വെച്ചുകൊണ്ട് പോകുന്നത് ഒട്ടും കൺവീനിയൻ്റ് അല്ല. ഇപ്പോൾ ഇൻ കേസ് ഒന്ന് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ടയർ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടയറിൻ്റെ ഒരു റീലൊക്കേഷൻ കിറ്റ് നമ്മൾ ഈ കനോപ്പിയുടെ കൂടെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കനോപ്പി ഇച്ചിരി ഷോർട്ടായിട്ടുള്ളൊരു കനോപ്പിയാണ് ചൂസ് ചെയ്തത്. അത് കാരണം നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് വിറകോ ഇല്ല എന്തെങ്കിലും ആവശ്യമില്ലാത്ത ലൂസായിട്ടുള്ള ഡേർട്ടി ഐറ്റംസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടുകൊണ്ട് പോകാം. ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ അതവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. പിന്നെ എയർ ബാഗിൻ്റെ നമ്മൾ ഇൻഫ്ലേഷൻ പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ട്രേയിൽ തന്നെയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് മാനുവലി നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യുകയും ഡീഫ്ലേറ്റ് ചെയ്യുകയും ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ കനോപ്പിയുടെ ഫുൾ 12 വോൾട്ട് സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറിന് അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് ഈ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ലൈറ്റ്സും ഒക്കെ നമുക്ക് ഇടാം. ഇപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിക്കറങ്ങി പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിട്ട് ഞങ്ങൾ ഏതായാലും അകത്തോട്ടൊരു സ്വിച്ച് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു. പക്ഷേ ഈ കനോപ്പി എടുത്ത് മാറ്റുന്നത് കാരണം നമുക്ക് കുറേ വയേഴ്സ് ഉണ്ടാകും ഡിസ്കണക്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ സൈഡിൽ തന്നെയാണ് നമ്മൾ എല്ലാ സ്വിച്ചസും കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കനോപ്പിയുടെ ചെറിയൊരു സെഷനിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് 12 വോൾട്ടിന് വേണ്ടി മാത്രം സെക്യൂറായിട്ട് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ബാറ്ററി അതുപോലെ തന്നെ DC to BC ചാർജർ, 12 വോൾട്ടിൻ്റെ ലൈറ്റ്സിൻ്റെ സ്വിച്ചസ്, ഫ്യൂസസ്, ഇൻവെർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററി നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് എടുത്തു മാറ്റാൻ വെക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഈ കനോപ്പി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി ഒരു ബാറ്ററി പാക്ക് പോലെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പം ക്യാമ്പിൻ്റെ അകത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ആ ബാറ്ററി ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ട് 12 വോൾട്ടിൻ്റെ ഫാൻസോ ഇല്ല ലൈറ്റ്സോ ഈവൻ ഫ്രിഡ്ജ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് വെളിയിൽ വെക്കാവുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കനോപ്പിക്കകത്ത് കുറേ ടൈ ഡൗൺ പോയിൻറ്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളത്. ഈ സ്റ്റീലിൻ്റെ റോഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഹോൾസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സിബിച്ചേട്ടനും ഞാനിവിടെ അത് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത്. ബിക്കോസ് നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ എടുത്തടിക്കുന്നുണ്ടെങ്കിൽ ബോക്സസ് ഒക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് റാച്ചറ്റ് സ്ട്രാപ്പൊക്കെ ടൈ ചെയ്ത് വെക്കാനും
അതിൽ ബഞ്ചി കോഡ് ഇട്ടൊക്കെ ടൈ ചെയ്ത് വെക്കാനും ഒക്കെ അത് ഭയങ്കര ഗുണമാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൻ്റെ ചുറ്റിനും ഒരു കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ബോക്സൊക്കെ നമ്മൾ ഈ ടൈ ഡൗൺ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇൻ കേസ് വീഴാനുള്ള സാധ്യതകൾ ഭയങ്കര ഹൈ ആണ്. അപ്പം 12 വോൾട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെ ഫ്രിഡ്ജ് നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ആ ഫ്രിഡ്ജിൻ്റെ ചുറ്റിനും ചെയ്തേക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മേളത്തെ ഭാഗത്ത് ഒരു ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലും കുറേ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കനോപ്പിയിലേക്ക് വേണ്ടി 12 വോൾട്ടിൻ്റെ വയേഴ്സ് നമ്മൾ ഫ്രണ്ടിലെ ബാറ്ററി എന്ന ഒരു ഐസൊലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഈ ട്രേയിലോട്ട് ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വിടുന്നത്. ഈ കനോപ്പി നമുക്ക് എപ്പോൾ യൂസ് ചെയ്യേണ്ടാത്ത സമയത്ത് ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഡിസ്കണക്ഷൻ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫുൾ കനോപ്പി നമുക്ക് മാറ്റി വെക്കാം. സിബിചേട്ടൻ ക്യാരവാനും കൊണ്ട് ടൂർ ചെയ്യാത്ത സമയത്ത് ഈ വണ്ടി മാത്രം എടുത്തുകൊണ്ട് ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ മേളിലൊരു റൂഫ് ടോപ്പ് ടെൻറ്റും പുള്ളി ഫിക്സ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 12 വോൾട്ടിൻ്റെ കണക്ഷൻസും എല്ലാം കനോപ്പിയെ തന്നെ ഉണ്ട്. അപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് അതെടുത്ത് മാറ്റാൻ വളരെ എളുപ്പമാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്നോക്കലിൻ്റെ കാര്യമാണ്. ഇത് മസ്ദ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു BT50യുടെ സ്നോക്കലാണ്. അത് കമ്പനിയുടെ ഒരു പാക്കേജായിട്ട് വന്ന ഒരു സ്നോക്കലാണിത്. നമ്മൾ വണ്ടിയുടെ അകത്ത് വളരെ നോർമലായിട്ടുള്ള സെറ്റപ്പേ ചെയ്തിട്ടുള്ളൂ. ആകെപ്പാടെ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു UHF റേഡിയോയും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ കനോപ്പി വെച്ചത് കാരണം ബാക്കിലോട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ഒരു ഫുൾ ടൈം റിയർ വ്യൂ മിറർ, ഒരു സ്ക്രീൻ തന്നെയാണ്, ഒരു ക്യാമറയും നമ്മൾ ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ ടൈം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു റിയർ വ്യൂ മിറർ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിലും കാണാൻ ഒക്കും. സിബിചേട്ടനെ സംബന്ധിച്ചോളം സിബിചേട്ടനും ചേച്ചിയുമാണ് മെയിനായിട്ടും ട്രാവൽ ചെയ്യുന്നത്. പിള്ളേരൊക്കെ ഇച്ചിരി മുതിർന്നതായതുകൊണ്ട് അവരങ്ങനെ യാത്രയ്ക്കൊന്നും ഇവരോട് അങ്ങനെ വരാറില്ല. അതുകൊണ്ട് ബാക്കിലെ സീറ്റ് എക്സ്പെഷ്യലി നമ്മൾ ഈ ടൂറിങ്ങിന് പോകുന്നുണ്ടേ ആ സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ചെറിയൊരു റാക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വേറൊരു എക്സ്ട്രാ സ്റ്റോറേജും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് ആക്സിലിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് കാരണം നമുക്ക് ബാക്കിലോട്ടുള്ള വെയിറ്റ് അധികം ട്രേക്കകത്ത് വരത്തില്ല. അപ്പം ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ മസ്ദ BT50യിൽ വരുന്ന എൻജിൻ ഒരു 3 ലിറ്റർ എൻജിനാണ്, 4 സിലിണ്ടറാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 കിലോ വോൾട്ടും 450 ന്യൂട്രൺ മീറ്ററുമാണ്. ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ഈ വണ്ടിയുടെ എൻജിൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് അല്ല. ഇത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ 4 വീൽ ഡ്രൈവ് ആക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഫ്യൂവൽ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 to 10 വിത്തൗട്ട് ലോഡും അതുപോലെ തന്നെ നമ്മൾ ഫുള്ളി ഗിയർഡപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 16 to 20 ലിറ്റേഴ്സ് പെർ 100 കിലോമീറ്റേഴ്സുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 72 ലിറ്റർ ആയിരുന്നു. എന്നിട്ട് അത് നമ്മൾ മാറ്റിയിട്ട് ബ്രൗൺ ഡേവിസിൻ്റെ ഒരു 140 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. എക്സ്പെഷ്യലി ലോങ് റൂട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഇപ്പോൾ ഒരു 1200-1300 കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഈസി ആയിട്ട് റൺ ചെയ്യും വിതൗട്ട് എനി ഫില്ലിങ്. ഇതൊക്കെയാണ് സിബിചേട്ടൻ്റെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന അപ്ഗ്രഡേഷനുകളും ആക്സസറീസും. ഈ വണ്ടി ഏകദേശം 100,000 കിലോമീറ്റേഴ്സ് ഓടി. നമ്മൾ ഈ വണ്ടിയിൽ ആക്സസറീസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം ഒരു 30,000 ഇല്ലേ ഒരു 40,000 കിലോമീറ്റേഴ്സോളം ഓടി. ഒരു പ്രശ്നങ്ങളും ഇതിനായിട്ടൊന്നുമില്ല. ഇസൂസുവിൻ്റെ റിലയബിലിറ്റി ഇതിന് ഹ്യൂജ് ഒരു അഡ്വാൻറ്റേജ് ആണ്. സിബിചേട്ടൻ ഇനിയും ട്രേഡിംഗ് ആയതുകൊണ്ട് കിലോമീറ്റേഴ്സ് എളുപ്പം ഇടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഒത്തിരി കൂടുതൽ വലിയൊരു ഹൈ എൻഡ് ബിൽറ്റിലോട്ട് പോകാതിരിക്കുന്നത്. സിബിചേട്ടൻ പണി ഭയങ്കര ബിസി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ സിബിചേട്ടനെ പടയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം തന്നിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം സിബിചേട്ടാ, ഇനി ഈ വണ്ടിയെ നമുക്ക് എന്തൊക്കെ അപ്ഗ്രേഡാണ് സിബിചേട്ടൻ ഇനി ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ പോകുമ്പം ഇല്ലാത്ത സംഭവം എന്ന് പറയുന്നത് വെള്ളം. നമ്മൾ ഈ വെള്ളം ഈ ഒരു ക്യാനിനകത്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ സൗകര്യമാണ്. ഒരു ദിവസത്തേനൊക്കെ 20 ലിറ്ററിൻ്റെ കുറേ ബോക്സ് കൊണ്ടുപോകണം. അതിന് ഒരു 10-80 ലിറ്ററിൻ്റെ ഒരു ഒരെണ്ണമാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. എളുപ്പം ഫില്ല് ചെയ്യുക പോവുക എന്നുള്ളതല്ല. അതിപ്പം ആ അടിയിൽ ടയർ ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഒരു വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഇത് ഈ ട്രേ ആയതുകൊണ്ട് സാധാരണ യൂട്ടിൻ്റെ ഒരു ബാക്ക് ഇതാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഈ ട്രേയുമായിട്ടൊരു മാച്ച് ചെയ്യാത്തൊരു സാധനം. സെൻസർ ഫിറ്റ് ചെയ്തേക്കുന്ന സാധനം അത് റെഡ് കളറിൽ തന്നെയാണ്. അത് ബ്ലാക്ക് ആക്കണം. അത് നമ്മൾ 2-3 വട്ടം പറഞ്ഞായിരുന്നു. അത് സ്റ്റിക്കർ മേടിച്ച് ബ്ലാക്ക് ആക്കാമെന്ന് പറഞ്ഞായിരുന്നു. അടുത്ത വട്ടം നമുക്ക് വീട്ടിൽ വരുന്നുണ്ട് അത് സെറ്റ് ചെയ്തേക്കാം. ഒന്ന് ഓർപ്പിച്ചാൽ മതി, നമുക്കത് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെ അടുത്ത യാത്രകൾ
യാത്രകൾ പിന്നെ അങ്ങനെ അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് തന്നെ എങ്ങോട്ട് പോകാന്ന് പറയുന്നത് കേട്ടോ. ഇതുകൊണ്ട് അത് കാരവാനിലാണ്, അതുകൊണ്ട് ഇത് വലിയ ഇതില്ല. എന്നാലും എല്ലാം സപ്പോർട്ടിങ് ആണ്. ഇപ്പോൾ കാരവാൻ വല്ലയിടത്തും ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിനകത്ത് തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സ്ലീപ്പിങ്ങിന് മാത്രം ഉള്ളത് ഇതിനകത്ത് എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഫ്രിഡ്ജും എല്ലാം എടുത്തോണ്ടാവും. എല്ലാം എടുത്തോണ്ടാവും. അപ്പോൾ ഡബിൾ കപ്പാസിറ്റി കിട്ടും. അത്യാവശ്യം മേടിക്കുന്ന ഫുഡ് വെച്ചോണ്ട് അടിക്കാനുള്ള ബീറും എല്ലാം അതിൻ്റെ അകത്ത് നൈസായിട്ട് കയറ്റി വെച്ചോണ്ട് പോകാൻ. അയേഴ്സ് റോക്ക് നമ്മൾ കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നു കഴിയുന്ന കുറേ ട്രിപ്പുകളുണ്ട്. പോണ്ടേ? പിന്നെ തീർച്ചയായിട്ടും പോകണം. ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്തില്ല പിന്നെ എന്ത്? അതെ. ശരിക്കും എത്ര പൈസ കളഞ്ഞേക്കുന്നതിൻ്റെ മേളിലല്ലേ? കളഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളയല്ല, ലൈക്ക് നമ്മൾ അതൊരു ഉപകാരത്തിൽ കൊള്ളിച്ചു. പക്ഷെ ഉപയോഗിക്കുക, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചുമ്മാ ഉണ്ടാക്കി വെച്ചിട്ട് അത് ചുമ്മാ ആളെ കാണിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഉണ്ടാക്കിയ കാര്യം അത് യൂസ് ചെയ്യുക. അങ്ങനെ പ്രയോജനം. നമ്മൾ അത്യാവശ്യം നന്നായിട്ടും എല്ലാം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിനായിട്ടും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ടച്ച് വുഡ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ താങ്ക് യു. ബാക്കി പോയി പണി ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു കേട്ടോ. ഈ 2-3 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയുവാൻ വേണ്ടി വളരെ താല്പര്യമുണ്ട്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡ് കാണുന്നിടം വരെ ഗുഡ് ബൈ.